സംസ്ഥാനത്ത് വീണ്ടും മനുഷ്യജീവൻ എടുത്തിരിക്കുന്നു. കാട്ടാന ഇടുക്കി മുള്ളരിങ്ങാട് അമേൽ തൊട്ടിയിലാണ് കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ജീവൻ നഷ്ടമായത്. മുള്ളരിങ്ങാട് സ്വദേശിയായ അമർ ഇബ്രാഹിമാണ് മരിച്ചത്. 22 വയസ്സ് മാത്രമാണ് പ്രായം. മേയാൻ വിട്ട പശുവിനെ അഴിക്കാൻ പോയപ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കൂടെയുണ്ടായിരുന്നയാൾ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഏതാനും ആഴ്ചകളായി അവിടെ ഈ ആനകളുടെ കൂട്ടത്തോടെയുള്ള ജനവാസ കേന്ദ്രത്തിലേക്കുള്ള ഇറക്കമുണ്ടായിരുന്നു. അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് നിരന്തരമായി MLA ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ഫോറസ്റ്റുകാരോട് പറയുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ അത് പൂർണ്ണമായിട്ട് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. കുറേ ആനകൾ അകത്തോട്ട് കയറിപ്പോയി, കുറേ ആനകൾ പരിസരത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ജനവാസ കേന്ദ്രത്തോട് ചേർന്നാണ് ഫോറസ്റ്റ്. ആ ഫോറസ്റ്റിലേക്ക് ആന വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അപകടം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി പറഞ്ഞതാണ്, പക്ഷേ ഫലപ്രദമായ നടപടി എടുക്കുന്നില്ലെന്നുള്ളതാണ് വിഷയം. ആവർത്തിച്ച് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു നടപടിയുമില്ല. ഇപ്പോൾ തന്നെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. 6-7 ദിവസമായിട്ട് അവിടെ കാട്ടാന ശല്യമുണ്ട്. ഫോറസ്റ്റുകാരോട് ഈ വിഷയം ആവർത്തിച്ച് പറഞ്ഞ് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അവരൊരു ചെറിയ ശ്രമം നടത്തി. നാട്ടുകാരായിട്ടുള്ള ചെറുപ്പക്കാർ കൂടിയാണ് ഈ ആനയെ പെരിയാറിൻ്റെ അങ്ങേ സൈഡിലേക്ക് വിട്ടത്. പക്ഷേ 2 ആനകൾ ഈ പ്രദേശത്ത് തന്നെ തങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഇതൊരു നിസ്സംഗതയോടുകൂടി, ഒരു തമാശയോടുകൂടിയാണ്. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരന് 23 വയസ്സ് 22 വയസ്സേ ഉള്ളൂ. ജെയിൻ രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, സങ്കടകരമായ കാഴ്ചയാണ്. മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബം, ആ നാട് ഒക്കെ വല്ലാത്ത വിഷമത്തിലാണ്. നമ്മൾ വയനാട്ടിലും കോതമംഗലത്തും ഒക്കെ എത്രയോ പ്രതിഷേധങ്ങൾ ഇതിൻ്റെയൊക്കെ പേരിൽ കണ്ടുക. വീണ്ടും പ്രതിഷേധ സാഹചര്യം ഇടുക്കിയിലെ മുള്ളരിങ്ങാട് വലിയ തോതിൽ പ്രതിഷേധം നടക്കുന്നു. വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ജെയിൻ ചേരുന്നുണ്ട്. ജെയിൻ, സ്വാഭാവികമാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ഇപ്പോൾ അടിക്കടി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. വേണ്ട വിധത്തിലുള്ള ഒരു പ്രതിരോധ മാർഗങ്ങളും കൈക്കൊള്ളുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്താണിപ്പോൾ അവിടെ നടക്കുന്നത്? ഈ പ്രതിഷേധം തടുപ്പിക്കാൻ വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇടപെടലുണ്ടോ? നാട്ടുകാർ അങ്ങനെ പിൻവാങ്ങാനുള്ള ഒരു തീരുമാനവുമില്ലല്ലോ. ദിവിഷ്, ഇപ്പോൾ നടക്കുന്നത് ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ പ്രതിഷേധം അരങ്ങേറുന്നു എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആശുപത്രിയിലേക്ക് എത്തിയത്. ഇതിനെ തുടർന്നാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം ഉയർന്നത്. അവരിപ്പോൾ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ആശുപത്രിക്ക് അകത്തേക്ക് തള്ളിക്കയറാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അത് ഇടപെട്ട് തടയുകയായിരുന്നു. അതിനുശേഷമാണ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാ തവണയും അല്ലെങ്കിൽ ഈ കഴിഞ്ഞ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളും അതുമായി ബന്ധപ്പെട്ട മരണങ്ങളെ തുടർന്ന് പ്രത്യേകിച്ച് മലയോര മേഖലയിലും ലോ റേഞ്ചിലും വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ തൊടുപുഴയിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലാണ് അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പാണ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഇവിടെ അരങ്ങേറുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ദിവിഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ആ മേഖലയിൽ നമുക്കറിയാം തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മുള്ളരിങ്ങാട് മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രശ്നമുണ്ടായിരുന്നു. അത് സ്ഥിരം കാട്ടാനകൾ എത്തുന്ന ഒരു പ്രദേശമായിരുന്നില്ല. ചുരുക്കം വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ 6 ആനകൾ അടങ്ങുന്ന ഒരു കൂട്ടം എത്തിയത്. അതിനുശേഷം ആ ആനകളൊന്നും മടങ്ങിപ്പോയില്ല എന്നുള്ളതാണ്. അതായത് ഇതൊരു കൂപ്പ് പ്ലാന്റേഷനാണ്, തേക്കും പ്ലാന്റേഷനാണ്. അപ്പോൾ ആ തേക്കും പ്ലാന്റേഷനിൽ കാര്യമായ ഭക്ഷണമില്ല. അപ്പോൾ തേക്കും പ്ലാന്റേഷനിൽ തമ്പടിക്കുന്ന ആന രാത്രി കാലങ്ങളിൽ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയും അവിടെ കൃഷി നശിപ്പിക്കുന്നത് അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഏതാണ്ട് ഒരു മാസം മുമ്പ് അവിടെ വനം വകുപ്പിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ അവിടെ ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഈ 6 ആനകളെ ഘട്ടം ഘട്ടമായി ഓടിച്ച് പെരിയാറ് കടത്തിവിടുക എന്ന രീതിയിൽ ഒരു ദൗത്യം അവിടെ സംഘടിപ്പിച്ചത്.
പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ആ ദൗത്യം ഫലം കണ്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ ആനകളെ പെരിയാർ കടത്തിയതിനു ശേഷം അവിടെ ഒരു സോളാർ ഫെൻസിംഗ് ഉണ്ട്, അത് ചാർജ് ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അത് ചാർജ് ചെയ്തു എങ്കിൽ പോലും അതിനാവശ്യത്തിനുള്ള വോൾട്ടേജ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം വീണ്ടും രൂക്ഷമായിട്ട് വീണ്ടും ഉയരുന്നത്. അതായത് ആനകളെ ഓടിച്ച് പെരിയാർ കടത്തുന്ന ദൗത്യം വനംവകുപ്പ് നടപ്പിലാക്കിയെങ്കിലും അത് ഫലം കണ്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് പലയിടത്തും ഈ പ്രശ്നം പരിഹരിക്കാനായി വനംവകുപ്പ് നടപ്പിലാക്കുന്ന പല ശ്രമങ്ങളും ഇത്തരത്തിലുള്ളതാണ് എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. പ്രത്യേകിച്ച് ഈ ജനകീയ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ താൽക്കാലികമായ പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകും. പ്രതിഷേധം അവസാനിപ്പിച്ചു കഴിയുമ്പോൾ വീണ്ടും പഴയ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പലവട്ടം ഇത്തരം മരണങ്ങൾ ഉണ്ടാകുന്നു, പ്രതിഷേധങ്ങൾ, നാട്ടുകാർ ഒന്നടങ്കം പന്ത് കൊളുത്തി പ്രകടനങ്ങളടക്കം നമ്മൾ ഇടുക്കിയിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ പരിഹാരങ്ങൾ ഉണ്ടാകുന്നില്ല എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ഈ മൃതദേഹം ഉടനെ തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നുണ്ടോ? മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ ജെയിൻ? അവിടെ വലിയ ബഹളമയമായ അന്തരീക്ഷമാണ്, വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. നമുക്ക്